ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ മാസം 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ചരക്കു നീക്കത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് തുറമുഖം കൈവരിക്കാൻ പോകുന്നത്. രാജ്യത്തെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ടായി വിഴിഞ്ഞം മാറുമ്പോൾ ലോക സമുദ്രയാന ഭൂപടത്തിൽ കേരളവും ഇടം നേടുകയാണ്. വിഴിഞ്ഞം തീരത്തു നിന്നും അന്താരാഷ്ട്ര കപ്പൽപാതയുടെ ദൂരം 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ്. കൂടാതെ ഈ ഭാഗത്തെ കടലിനുള്ള സ്വാഭാവികമായ ആഴം 20 മീറ്ററോളം ആണ്. ഇതെല്ലാം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള മാനദണ്ഡങ്ങളാണ്. ഇത്തരം പ്രത്യേകതകളാണ് വിഴിഞ്ഞത്തെ ശ്രദ്ധേയമാക്കിയത്. നിലവിൽ ഇന്ത്യയിൽ ഒരിടത്തും ഇത്തരം പ്രത്യേകതകളുള്ള തുറമുഖം ഇല്ല. ഇന്ത്യയിലേക്ക് വരുന്ന മദർഷിപ്പുകൾ സിംഗപ്പൂർ, സലാല, കൊളംബോ തുടങ്ങിയ മദർ പോർട്ടുകളിലാണ് ചരക്ക് നീക്കം നടത്തുന്നത്. 4-5 ദിവസം കാത്തുകിടന്നാലാണ് ഇവിടെ ചരക്കിറക്കാൻ സാധിക്കുന്നത്. കൂറ്റൻ മദർഷിപ്പുകൾക്ക് 25,000 വരെ കണ്ടെയ്നറുകളെ വഹിക്കാൻ കഴിയും. 350 മീറ്ററിലധികം നീളമുള്ള ഇവയുടെ അടിഭാഗം 20 മീറ്ററോളം താഴ്ചയിലാണ് കാണുക. മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റിന് 16 മീറ്റർ ആഴം മാത്രമാണുള്ളത്. ഗുജറാത്തിലെ പോർട്ടിന് 17 മീറ്റർ ആഴവും കൊച്ചി തുറമുഖത്തിന് 14 മീറ്ററുമാണ് ആഴം. ചെന്നൈ 16 മീറ്റർ, ദുബായിലെ ജബൽ അലി പോർട്ടിന് 16 മുതൽ 18 മീറ്റർ, കൊളംബോ പോർട്ടിന് 15 മുതൽ 18 മീറ്ററുമാണ് ആഴം. കൊളംബോ തുറമുഖത്തിന് അന്താരാഷ്ട്ര കപ്പൽ പാതയുമായി 30 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഉള്ളത്. ഗുജറാത്തിലെ തുറമുഖവുമായി ഈ പാതയ്ക്ക് 250 നോട്ടിക്കൽ മൈലും ദുബായ് പോർട്ടിന് 11.35 നോട്ടിക്കൽ മൈൽ ദൂരവുമാണ്. എന്നാൽ വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ദൂരം, അതായത് ഏകദേശം 18.5 കിലോമീറ്റർ. ഇതുവരെ ഇന്ത്യയിലെ 75% ട്രാൻസ്ഷിപ്മെന്റും ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് നിലനിന്നിരുന്നതെന്നും ഇതെല്ലാം രാജ്യത്തിന് വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നെന്നും എന്നാൽ ഇനി രാജ്യത്തിന്റെ പണം നമുക്ക് തന്നെ പ്രയോജനപ്പെടുമെന്നും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. साथियों, इस सी पोर्ट को 8,800 करोड़ रुपीस की लागत से तैयार किया गया है. अभी इस ट्रांसशिपमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के 3 गुनी हो जाएगी. यहाँ दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിടുന്നത് 2015 ആണ്. അതിനു മുമ്പ് തന്നെ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. തുറമുഖ സാധ്യതാ പഠനം, അതിനുവേണ്ടിയുള്ള സമിതിയെ നിയോഗിക്കൽ തുടങ്ങി അനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. തുറമുഖ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. മത്സ്യബന്ധനത്തിന് കോട്ടം തട്ടുമെന്ന വാദത്തിൽ പ്രദേശവാസികളുടെ എതിർപ്പ്, ഓഖി ചുഴലിക്കാറ്റ്, കോവിഡ് സാഹചര്യം എന്നിവയെല്ലാം തരണം ചെയ്യേണ്ടി വന്നു. ഓഖി ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യത്തിൽ ബ്രേക്ക് വാട്ടറിന് കേടുപാടുണ്ടായി. പുലിമുട്ടുകളെല്ലാം കടലെടുത്തു. കൂടാതെ ചുണ്ണാമ്പുകല്ലിനും പാറയ്ക്കും ക്ഷാമമുണ്ടായി. അതിനെയെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത്. കൂറ്റൻ മദർഷിപ്പുകൾ വരുമ്പോൾ തിരകളുടെ ആഘാതമില്ലാതെ തന്നെ കപ്പലിന് ബെർത്തിനരികിൽ നങ്കൂരമിടാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് പുലിമുട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി നൂതന സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചത്. 500 കിലോ മുതൽ
2 ടണ്ണിലേറെ വലിപ്പമുള്ള പാറകൾ പുലിമുട്ടിനായി ഉപയോഗിച്ചു. ബ്രേക്ക് വാട്ടറിനായി 3 കിലോമീറ്ററോളം ദൂരത്തിലാണ് പുലിമുട്ട് നിർമ്മിച്ച് അതിനു മുകളിൽ റോഡ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കപ്പലുകൾ വരുമ്പോൾ തിരകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പുലിമുട്ടുകളിട്ട് ബ്രേക്ക് വാട്ടർ ക്രമീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കൂടുതൽ നിക്ഷേപമുള്ള പദ്ധതിയാണ് ഇത്. 1ാം ഘട്ടത്തിൽ മൊത്തം 8686.80 കോടിയാണ് ചെലവ്. ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ്. ഈ പോർട്ടിൻ്റെ നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. എല്ലാവരും ഇതുമായി വലിയ തോതിൽ സഹകരിച്ചിട്ടുണ്ട്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് നമുക്ക് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്നത്. ഇവിടെ അദാനി ഗ്രൂപ്പ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ കാര്യത്തിൽ നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകിയത്. അവർക്കും ഈ ഘട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തണം. ആവശ്യമായ എല്ലാ സഹകരണവും പിന്തുണയും നൽകിയ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, 3ാം മില്ലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതോടെ പ്രതിവർഷം ഏകദേശം 10,000 കോടിയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിലെ ട്രാൻസ്ഷിപ്മെന്റ് വ്യാപാരം സിംഗപ്പൂർ, കൊളംബോ, ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് ഇനി മുതൽ വിഴിഞ്ഞം വഴിയാകും. അപ്പോൾ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകും. രാജ്യത്തിന്റെ GDPയുടെ 14% ആണ് ലോജിസ്റ്റിക് ചെലവ്. ഇത് കുറഞ്ഞ് GDPയുടെ 7% ആകും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. മാത്രമല്ല, ധാരാളം നിക്ഷേപ സാധ്യതകളും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും ഉണ്ടാകും. മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ജോർജ് ജോസഫ്: ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തുറമുഖം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഉണ്ടാവുന്നു എന്നുള്ളതാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മുടെ തീരത്ത് വലിയ തോതിൽ നമുക്ക് വലിയ മദർഷിപ്പുകൾ, കൂറ്റൻ മദർഷിപ്പുകൾ അടക്കം കഴിയുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ അതിനോടനുബന്ധിച്ച് തുറമുഖാധിഷ്ഠിതമായിട്ട് നിരവധി പ്രോജക്റ്റുകൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതിനും തുറമുഖവുമായി ബന്ധപ്പെട്ട സംസ്കരണത്തിനും അതുപോലെ തന്നെ ഏറെ നിക്ഷേപകർ അവിടേക്ക് കടന്നു വരുമെന്നും അത് ഉളവാക്കുന്ന ഒരു തൊഴിൽപരമായ സാധ്യതകൾ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനും ഒരു പരിധിവരെ അപ്പുറത്തായിരിക്കും. കാരണം നിരവധി കമ്പനികൾ അങ്ങനെ ഉയർന്നു വരുമ്പോൾ നിരവധി തൊഴിൽ സാധ്യതകൾ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാധ്യതകൾ വളരെ ഉയർന്നു വരികയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൽ നികുതി വരുമാനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഒരു വർധന ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വിഴിഞ്ഞത്തിന്റെ 1ാം ഘട്ടമാണ് കമ്മീഷനിൽ പൂർത്തീകരിക്കുന്നത്. 2, 3, 4 ഘട്ടങ്ങളുണ്ട്. അത് 2028 പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലവിലെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. പൂർണ്ണമായും അതിന്റെ ഒരു ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി അത് വലിയ ഉത്തേജനം നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് മൊത്തത്തിൽ നൽകും. വ്യാവസായികവും തൊഴിൽപരവും സാമ്പത്തികമായ എല്ലാ മേഖലകളും ഉത്തേജനം പകർന്നു നൽകുന്ന ഒരു വൻ പ്രോജക്റ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏകദേശം 75ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ഒരു തുറമുഖ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട്. 1940കളിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഇത്തരം ഒരു തുറമുഖത്തെപ്പറ്റി ആലോചിച്ചിരുന്നതായും തുടർന്ന് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി ചർച്ച നടത്തിയിരുന്നതായും പറയപ്പെടുന്നു. സംഘകാലത്തെ കൃതികളിലും വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. കുലശേഖര വംശക്കാരും ചോള വംശക്കാരുമെല്ലാം ആയുധങ്ങൾ എത്തിച്ചത് വിഴിഞ്ഞം വഴിയത്രേ. ഇത് AD 850നും 1400നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. ആയി രാജവംശകാലത്ത് തന്നെ വിഴിഞ്ഞത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു.
കേരള നോളജ് ഇക്കണോമിക് മിഷനിലെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ നിതിൻ ചന്ദ്രൻ CS. പ്രാചീന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരവും സാംസ്കാരിക നഗരവുമായിരുന്നു വിഴിഞ്ഞം. അതിൻ്റെ പല ശേഷിപ്പുകളും ഇന്ന് വിഴിഞ്ഞത്തിൻ്റെ പല ഭാഗങ്ങളിലായി ശ്രദ്ധയാകർഷിക്കാതെ കിടപ്പുണ്ട്. വിദേശ രാജ്യങ്ങളുമായി ഉള്ള വ്യാപാര ബന്ധം പ്രധാനമായും നടന്നിരുന്നത് വിഴിഞ്ഞം വഴിയായിരുന്നു. മലഞ്ചരക്കുകൾ, മുത്ത്, ആനക്കൊമ്പ് എന്നിവ പ്രധാനമായും കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നത് വിഴിഞ്ഞത്ത് നിന്നായിരുന്നു. റോമൻ സാമ്രാജ്യം, ഗ്രീസ്, ചൈന, ഇറാൻ, തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളുടെ എല്ലാ വ്യാപാര വാണിജ്യ കച്ചവടങ്ങളും നടന്നിരുന്നത് വിഴിഞ്ഞം വഴിയായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങൾ വഴി നമുക്ക് മനസ്സിലാകുന്നത്. വിഴിഞ്ഞത്തിൻ്റെ സ്വാഭാവിക ആഴം കണ്ടെത്തിയത് അന്തുവൽ ചെറാൽ എന്ന ചേര രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം തന്നെയാണ് വിഴിഞ്ഞത്തെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടന്നതും ആദ്യ രാജതലസ്ഥാനമായിരുന്ന പുതിയൻമലയിൽ നിന്നും വിഴിഞ്ഞത്തെ ആയി രാജവംശത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുവാനുള്ള ഇടപെടലുകൾ ഉണ്ടായതും എന്നാണ് ചരിത്രം പരിശോധിക്കാൻ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണശാലയും അവിടെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള പാണ്ഡികശാലയും പ്രവർത്തിച്ചിരുന്നതായി ചരിത്രരേഖകൾ പരാമർശിച്ചിട്ടുണ്ട്. അഗസ്ത്യമലയിലെ പുതിയൻമലയിൽ ആയിക്കുടിയായിരുന്നല്ലോ ആയി രാജവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനം. ആയിക്കുടിയുടെ ഒരു വശം തമിഴ്നാട്, മറുവശം കേരളവുമായിരുന്നു. തെക്കൻ തമിഴ്നാടിൻ്റെ വ്യാപാരത്തിന് സഹായകമായി അന്ന് അംബാസമുദ്രത്തിൽ ആയിക്കുടി വഴി കോട്ടൂർ വിഴിഞ്ഞം പാത നിർമ്മിച്ചിരുന്നു. ഈ പാതയായിരുന്നു അന്നത്തെ വ്യാവസായിക ഇടനാഴി. അഗസ്ത്യമലയിലും തെക്കൻ തമിഴ്നാട്ടിലും ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും തലച്ചുമടായും മൃഗങ്ങളുടെ പുറത്തേറിയും കോട്ടൂർ ചന്തയിലെത്തിക്കുകയും അവിടെ നിന്നും കാളവണ്ടിയിലും ഉന്തുവണ്ടിയിലും തലച്ചുമടുമായി വിഴിഞ്ഞത്തെത്തിക്കുകയും അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് കോട്ടൂർ ചന്ത തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. എന്നാൽ കാലക്രമേണ സമുദ്രം വഴിയുള്ള ആക്രമണങ്ങളും വർദ്ധിക്കുകയും വ്യാപാര ബന്ധവും കയറ്റുമതിയും കൂടുതൽ നടക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വന്ന സാഹചര്യത്തിൽ ആയിക്കുടിയിൽ നിന്നും തലസ്ഥാനം വിഴിഞ്ഞത്തേക്ക് മാറ്റുകയും പതിയെ ആയിക്കുടിയിലെ രാജ്യതലസ്ഥാനം അസ്തമിക്കുകയും ആ വഴിയുള്ള വ്യാപാരം അസ്തമിക്കുകയും അങ്ങനെ ആ വ്യാപാര പാത അടഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ എന്ന പുസ്തകത്തിൽ ഇന്നത്തെ കന്യാകുമാരിക്ക് സമീപമുള്ള ആഴമേറിയ ബലിത എന്നൊരു തുറമുഖത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കന്യാകുമാരി മുതൽ കോവളം വരെയുള്ള തീരദേശങ്ങളുടെ ആഴം പരിശോധിച്ചാൽ വിഴിഞ്ഞം തന്നെയാണ് ബലിത എന്ന് നമുക്ക് ബോധ്യമാകും. അതോടൊപ്പം AD 2-3 നൂറ്റാണ്ടിൽ നാവികർ ഉപയോഗിച്ചിരുന്ന പ്യൂട്ടിങ്കർ ടേബിൾ എന്ന ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ ബ്ലിംഗ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ രാജവംശങ്ങളിലൊന്നായ ആയി ഭരണകാലത്ത് വിഴിഞ്ഞം തൊണ്ടിദേശമെന്നും രാജേന്ദ്ര ചോളന്റെ ഭരണമാറ്റക്കാലത്ത് രാജേന്ദ്ര ചോള പട്ടണമെന്നും അറിയപ്പെട്ടിരുന്നു. പിന്നീട് പാണ്ഡ്യരാജാക്കന്മാരുടെയും വേണാടിന്റെയും തിരുവിതാംകൂറിന്റെയും ഭാഗമായി വിഴിഞ്ഞം മാറി. AD 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടുകളിൽ തന്നെ അതീവ പ്രാധാന്യത്തോടു കൂടി വ്യാപാരം നടന്നിരുന്നൊരു പ്രാചീന തുറമുഖമായിരുന്നു വിഴിഞ്ഞം. കേരളത്തിനും രാജ്യത്തിനും അഭിമാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആഗോള ചരക്ക് നീക്കത്തിന്റെ ഏതാണ്ട് 40% വിഴിഞ്ഞത്തു നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ്. IIT മദ്രാസും മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച റഡാർ, സെൻസർ എന്നിവ ഉപയോഗിച്ച് വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് കപ്പലുകളുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇത് ചരക്ക് നീക്കത്തെ വേഗത്തിലാക്കാൻ സാധിക്കും. ലോകത്തിന്റെ സമുദ്രയാന ഭൂപടത്തിൽ കേരളവും ഇന്ത്യയും അടയാളപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വൻ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഒട്ടേറെ പുതുമകളും പ്രത്യേകതകളും ഉള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കരാറിൽ പൂർത്തീകരിച്ച് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചപ്പോൾ വളരെ വർഷങ്ങളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളവും ഇനി സമുദ്രയാനത്തിന്റെ ലോക കവാടം വികസനങ്ങൾക്ക് വേണ്ടി തുറന്നിടുകയാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.